ഹലോ എവ്രി വൺ, വെൽക്കം ടു ഷാഡോ അക്കാഡമി. നമ്മുടെ ഇന്നത്തെ വീഡിയോ NCERT സയൻസ് ക്ലാസ് 6 ചാപ്റ്റർ 3 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇന്നത്തെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ നമുക്കൊരു തൈത്രേയ ഉപനിഷത്തിലെ ഒരു വചനം വെച്ചിട്ടാവാം. ഓക്കെ, അന്നേന ജാതനി ജീവന്തി. ഇതിൻ്റെ മീനിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് ഗിവ്സ് ലൈഫ് ടു ലിവിങ് ബീയിങ്സ്. ഇത് ഏതിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തൈത്രേയ ഉപനിഷത്തിലാണ്. ചിലപ്പോൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യനൊക്കെ എവിടെയെങ്കിലും കിട്ടാം, റെയിൽവേക്കോ അതോ SSCക്കോ അങ്ങനെ എവിടെന്നെങ്കിലുമൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജസ്റ്റ് അതൊന്ന് ആഡ് ചെയ്തത് കേട്ടോ. ഓക്കെ, നമുക്ക് ബാക്കി കണ്ടിന്യൂ ചെയ്യാം. ഇവിടെ നമുക്ക് ആവശ്യമുള്ളതില്ല. ഓക്കെ, ജസ്റ്റ് കുക്കിംഗ് പ്രാക്ടീസിന് നമ്മൾ കളിനറി പ്രാക്ടീസസ് എന്ന് പറയും. ഇപ്പോൾ പണ്ടൊക്കെ കളിനറി പ്രാക്ടീസസ് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റേ നമ്മൾ വിറകൊക്കെ വെച്ചിട്ടല്ലോ, ചുൾഹ എന്നാണ് ഹിന്ദിയിൽ അതിനെ പറയുന്നത്. കറൻ്റ്ലി നമ്മൾ മോഡേൺ ഗ്യാസ് സ്റ്റവ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. അത് വലിയ സംഭവമൊന്നുമില്ല, കുക്കിംഗ് റിലേറ്റഡ് സംഭവമാണ് ഈ കളിനറി പ്രാക്ടീസ് എന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലോട്ട് പോവാം. ഓക്കെ, ഇവിടെ തൊട്ടാണ് ഇമ്പോർട്ടൻറ്റ് കാര്യങ്ങൾ വരുന്നത്. ഗ്ലൂക്കോസ് പ്രൊവൈഡ്സ് ഇൻസ്റ്റൻറ്റ് എനർജി. ഓക്കെ, ഗ്ലൂക്കോസ് ആണ് നമുക്ക് ഇൻസ്റ്റൻറ്റ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത്. ഗ്ലൂക്കോസ് എന്താണ്? ഇറ്റ്സ് എൻ എക്സാമ്പിൾ ഓഫ് കാർബോഹൈഡ്രേറ്റ് ആണ്. നമ്മൾ കമ്പോണൻസ് ഓഫ് ഫുഡിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത് കേട്ടോ. അപ്പോൾ ഗ്ലൂക്കോസ് ഇസ് എൻ എക്സാമ്പിൾ ഓഫ് കാർബോഹൈഡ്രേറ്റ്. ഇനി കാർബോഹൈഡ്രേറ്റ്സ് ആർ വൺ ഓഫ് ദ പ്രൈമറി സോഴ്സസ് ഓഫ് എനർജി ഇൻ അവർ ഡയറ്റ്. നമ്മുടെ ഡയറ്റിലെ എനർജിയുടെ ഒരു പ്രൈമറി സോഴ്സാണ് എന്ത്? കാർബോഹൈഡ്രേറ്റ്സ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ആണ് ഗ്ലൂക്കോസ്. ഗ്ലൂക്കോസ് നമുക്ക് ഇൻസ്റ്റൻറ്റ് എനർജി തരും. ഓക്കെ, അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സും ബേസിക്കലി എനർജി തന്നെയാണ് നമ്മളെ ഡയറ്റിൽ നമുക്ക് തരുന്നത്. എന്തൊക്കെയാണ് കാർബോഹൈഡ്രേറ്റ്സിന് എക്സാമ്പിൾ എന്ന് നമുക്ക് നോക്കാം. വീറ്റ് ഉണ്ട്, റൈസ് വരുന്നുണ്ട്, മെയ്സ് ഉണ്ട്, വെജിറ്റബിൾസ് ഉണ്ട്, പൊട്ടറ്റോ, സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെയാണ് മെയിനായിട്ട് വരുന്നത്. പിന്നെ ബനാന ഉണ്ട് ഫ്രൂട്ട്സിലാണെങ്കിൽ, പൈനാപ്പിൾ, മാംഗോ, ഇതെല്ലാം കാർബോഹൈഡ്രേറ്റ്സിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, നമ്മളെ കോമൺ ഷുഗർ, നമ്മൾ യൂസ് ചെയ്യുന്ന കോമൺ ഷുഗർ ഇല്ലേ, അതും കാർബോഹൈഡ്രേറ്റിൻ്റെ ഒരു എക്സാമ്പിളാണ് കേട്ടോ. ഇനി ഗീ, അതായത് നെയ്യ്, അതേപോലുള്ള വേരിയസ് ടൈപ്പ് ഓഫ് ഓയിൽസ് എന്ന് പറയുന്നത് നമ്മൾ യൂസ് ചെയ്യുന്ന വെളിച്ചെണ്ണ, ഒലീവ് ഓയിൽ, ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ഓയിൽസ് ഉണ്ടല്ലോ കുക്ക് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്, അതാവാം. പിന്നെ ഇതെല്ലാം ഗ്രൂപ്പ് ചെയ്തേക്കുന്നത് ഫാറ്റ് എന്ന് പറയുന്ന ഒരു ഫുഡ് കമ്പോണൻറ്റിൻ്റെ അണ്ടറിലാണ്. ഓക്കെ, ഇനി ഈ ഫാറ്റിൻ്റെ സോഴ്സസ് എവിടെ നിന്നൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്ലാന്റിൽ നിന്നുമുണ്ട്, ആനിമൽസിൽ നിന്നുമുണ്ട് സോഴ്സസ് ഓഫ് ഫാറ്റ്സ്. അപ്പോൾ നമുക്ക് പ്ലാന്റിൽ നിന്നും ആനിമലിൽ നിന്നും ഫാറ്റിൻ്റെ കോണ്ടൻറ്റ് കിട്ടും. അപ്പോൾ നമുക്ക് പ്ലാന്റിൽ നിന്ന് നട്ട്സ് ഉണ്ട്, ഗ്രൗണ്ട് നട്ട്സ് ഉണ്ട്, വാൾനട്ട്സ് ഉണ്ട്. നമ്മളെ നട്ട്സ് ഐറ്റംസ് ബേസിക്കലി കോക്കനട്ട്, ആൽമണ്ട്സ്, ഇതിൽ നിന്നെല്ലാം നമുക്ക് ഫാറ്റ് പ്ലാന്റ്സിൽ നിന്ന് കിട്ടും. പിന്നെ സീഡ് ഐറ്റംസിൽ നിന്നും കിട്ടും. പംകിൻ സീഡ്, സൺഫ്ലവർ സീഡൊക്കെ ഫാറ്റിൻ്റെ ഒരു സോഴ്സാണ്. ഇനി ഫാറ്റ് ഈസ് എ സോഴ്സ് ഓഫ് സ്റ്റോർഡ് എനർജി. ശ്രദ്ധിക്കണം, സ്റ്റോർഡ് എനർജിയാണ് ഫാറ്റ്. അപ്പോൾ നമ്മുടെ ബോഡിയിൽ ഇപ്പം ഫുഡിൽ നിന്നുള്ള എനർജി കുറവാണെങ്കിൽ നമ്മളെ ഫാറ്റ് ബേൺ ചെയ്ത് നമ്മുടെ ബോഡി എനർജി പ്രൊഡ്യൂസ് ചെയ്യും. അതുകൊണ്ടാണ് നമ്മൾ ഡയറ്റിംഗ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഫാറ്റ് കുറയുന്നത്. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് ആൻഡ് ഫാറ്റ്സ് പ്രൊവൈഡ് എസ് എനർജി ഫോർ പെർഫോമിങ് വേരിയസ് ആക്ടിവിറ്റീസ്. മനസ്സിലായല്ലോ, കാർബോഹൈഡ്രേറ്റ്സിൽ നിന്നും ഫാറ്റിൽ നിന്നുമാണ് നമ്മുടെ ഹ്യൂമൻ ബോഡി പെർഫോം ചെയ്യാനുള്ള എനർജി നമ്മൾ എടുക്കുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളതിനെ എനർജി ഗിവിങ് ഫുഡ്സ് എന്നും പറയാറുണ്ട്. അടുത്തത് പ്രോട്ടീൻ. അതിന് മുന്നേ നമുക്കിതാ ഇവിടെ കിടക്കുന്ന സെക്ഷൻസ് എല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് പോവാം നമുക്ക്. പോളാർ ബിയർ അക്യൂമുലേറ്റ് എ ലോട്ട് ഓഫ് ഫാറ്റ് അണ്ടർ ദെയർ സ്കിൻ. പോളാർ ബിയറിനെ അറിയാമല്ലോ, നമ്മുടെ പോളാർ റീജിയൻസിൽ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ബിയറാണ് ഇത്. എന്താ, വെജിറ്റേറിയൻ അല്ല, ഇത് ആനിമൽസിനെയാണ് കൊന്ന് കഴിക്കുന്നത്. അപ്പോൾ ഇത് എന്താണ് ഇവിടെ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ സ്കിന്നിൻ്റെ അടിയിൽ ഒരുപാട് ഫാറ്റ് അക്യൂമുലേറ്റ് ചെയ്യുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഈ ഫാറ്റ് ഇവർക്ക് ഒരു എനർജി സോഴ്സ് ആവുമല്ലോ. ബേസിക്കലി നമ്മുടെ ബോഡിയിലും അങ്ങനെ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ ഒരു സ്ലീപ്പിംഗ് പാറ്റേൺ എന്ന് പറഞ്ഞാൽ ഹൈബർനേഷൻ എന്ന് നമുക്ക് പറയാൻ പറ്റും. അതായത് കുറേ നാൾ ഇവർ ഒരുമിച്ച് മാസങ്ങളോളം അങ്ങ് ഉറങ്ങും. അതിനെയാണ് നമ്മൾ ഹൈബർനേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഹൈബർനേഷൻ നടക്കുന്ന സമയത്ത് ഈ ബോഡിയിൽ സ്റ്റോർ ചെയ്തേക്കുന്ന ഫാറ്റ് യൂസ് ചെയ്തായിരിക്കും അവരുടെ ബോഡി പ്രവർത്തിക്കുന്നത്. അതിനെയാണ് നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് മെൻഷൻ ചെയ്തിട്ടുണ്ടെന്നേ ഉള്ളൂ, കാണാതെ പഠിക്കേണ്ട കാര്യമൊന്നുമില്ല.
ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുണ്ടെന്നേ ഉള്ളൂ. അപ്പം ഈ ഒരു ഫാറ്റ് കാരണം അവർക്ക് ആ ഒരു ഹൈബർനേഷൻ സീസൺ സർവൈവ് ചെയ്ത് പോവാം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത പ്രോട്ടീൻ സെക്ഷൻ നോക്കാം. പ്രോട്ടീനും നമ്മുടെ ഡയറ്റിലുള്ള വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പാർട്ടാണ്. ബേസിക്കലി മിൽക്ക് പ്രോഡക്റ്റ്, പൾസസിൽ നിന്നൊക്കെയാണ് നമുക്ക് പ്രോട്ടീൻ കിട്ടുന്നത്. പ്രോട്ടീൻ്റെ മെയിൻ ബോഡിയിലെ ഒരു ഫങ്ഷൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ മസിൽ ബിൽഡിംഗ് ആണ്. അതുകൊണ്ടാണ് നമ്മൾ ജിമ്മിൽ പോകുന്ന ആൾക്കാരൊക്കെ പ്രോട്ടീൻ എന്ന് എപ്പോഴും പറയുന്നത്. ഓക്കെ, പീപ്പിൾ ഗെറ്റ് പ്രോട്ടീൻ ഫ്രം പ്ലാന്റ്സ് ആൻഡ് ആനിമൽസ്. പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് പ്രോട്ടീൻ കിട്ടും, ആനിമൽസിൽ നിന്ന് കിട്ടും. പ്ലാന്റ്സിൽ നിന്ന് നമുക്ക് പലർക്കും അറിയാവുന്ന പോലെ പയറുവർഗ്ഗങ്ങളിൽ നിന്നെല്ലാം പ്രോട്ടീൻ നമുക്ക് കിട്ടും. പൾസസ്, ബീൻസ്, നട്ട്സ് ഐറ്റംസിൽ നിന്ന് പ്രോട്ടീൻ കിട്ടും. ആനിമൽ സോഴ്സസ് ആണെങ്കിൽ മിൽക്ക് വരും, പനീർ വരും, എഗ്ഗ്, ഫിഷ്, മീറ്റ് ഇതെല്ലാം വരും. ഓക്കെ, പ്രോട്ടീൻ റിച്ച് ഫുഡ് ഹെൽപ്പ് ഇൻ ഗ്രോത്ത് ആൻഡ് റിപ്പയർ ഓഫ് ദ ബോഡി. നമ്മുടെ മസിൽ ഗ്രോത്ത് മാത്രമല്ല, നമ്മുടെ ബോഡിയുടെ റിപ്പയർ ഫങ്ഷൻസും നടത്തും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ജിമ്മിൽ പോകുമ്പോൾ നമ്മളെ മസിൽസ് ആക്ച്വലി ബ്രേക്ക് ഡൗൺ ആയി അത് പിന്നെ റീജോയിൻ ചെയ്താണ് സ്ട്രോങ്ങർ മസിൽസ് ഉണ്ടാകുന്നത്. അപ്പോൾ അതിന് റിപ്പയറിനും നമ്മുടെ പ്രോട്ടീൻ സഹായിക്കും. ഓക്കെ, അതുകൊണ്ട് തന്നെയാണ് ഇതിനെ ബോഡി ബിൽഡിംഗ് ഫുഡ്സ് എന്ന് പറയുന്നത്. ഓക്കെ, സിമ്പിൾ. അടുത്ത നമുക്ക് നോക്കാം. ഇതെവിടെ കണ്ടോ, മഷ്റൂംസിനെ പറ്റിയാണ് പറയുന്നത്. ഹാവ് യു എവർ സീൻ മഷ്റൂംസ്? ദേ ഗ്രോ ഇൻ മോസ്റ്റ്ലി ഡാർക്ക് ആൻഡ് മോയിസ്റ്റ് പ്ലേസസ്. ഇപ്പം മഷ്റൂംസ് എവിടെയാണ് ഗ്രോ ചെയ്യുന്നത്? ഡാർക്കും മോയിസ്റ്റ് പ്ലേസസിലുമാണ്. ഇരുണ്ട സ്ഥലവും മോയിസ്റ്റ് ആയിട്ടുള്ള നനവൊക്കെ ഉള്ള ഒരു ഏരിയയിലാണ് മഷ്റൂംസ് ഗ്രോ ചെയ്യുന്നത്. എഡിബിൾ മഷ്റൂംസ് ആർ എ ഗുഡ് സോഴ്സ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ മഷ്റൂംസും ഒരു പ്രോട്ടീൻ സോഴ്സ് ആണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. ഓക്കെ, എന്തിനാണ് എപ്പോഴും നമ്മൾ ഫ്രൂട്ട്സും വെജിറ്റബിളൊക്കെ കഴിക്കണമെന്ന് പറയുന്നതെന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ജസ്റ്റ് ഒരു ഇമ്പോർട്ടൻസ് പറയാൻ വേണ്ടി 2 കേസസ് ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഏർലിയർ ടൈംസ്, പണ്ട് കാലത്ത് ലോങ് വോയേജസ്, അപ്പോൾ കടലിലൊക്കെ ലോങ് വോയേജസ് യാത്ര പോകുമ്പോൾ സെയിലേഴ്സിന് പൊതുവെ ബ്ലീഡിങ് ആൻഡ് സ്വോളൻ ഗംസ് വരുമായിരുന്നു. ഓക്കെ, അപ്പം നമ്മുടെ ചുണ്ടൊക്കെ പൊട്ടുന്ന ഒരു, പിന്നെ നമ്മുടെ മോണ പൊട്ടി ബ്ലഡൊക്കെ വരുന്ന ഒരു ടൈപ്പ് ഓഫ് അസുഖമാണ് ഇവിടെ മെൻഷൻ ചെയ്യുന്നത്. അപ്പോൾ ഡ്യൂറിങ് എ വോയേജ് ഇൻ 1746, 1746 സ്കോട്ടിഷ് ഫിസിഷ്യനായ ജെയിംസ് ലിൻഡ് എന്ന് പറയുന്ന പുള്ളിക്കാരൻ ഒബ്സർവ് ചെയ്തു. എന്ത്? സെയിലേഴ്സ് ഹു കൺസ്യൂംഡ് ലെമൺസ് ആൻഡ് ഓറഞ്ചസ്. ലെമണും ഓറഞ്ചും കൺസ്യൂം ചെയ്ത അവർക്ക് ഈ സിംറ്റംസിൽ നിന്ന് പെട്ടെന്ന് റിക്കവറി കിട്ടി. ഓക്കെ, അപ്പോൾ ലെമണും ഓറഞ്ചും കൺസ്യൂം ചെയ്ത ഏത് വൈറ്റമിൻ ആയിരിക്കും ഇവിടെ കിട്ടുന്നത്? വൈറ്റമിൻ സി അല്ലേ? ഇതാ ഇവിടെ പറഞ്ഞിട്ടുണ്ടേ, വൈറ്റമിൻ സി. നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ ബ്ലീഡിങ് ആൻഡ് സ്വോളൻ ഗംസ് ആർ സിംറ്റംസ് ഓഫ് എ ഡിസീസ് കോൾഡ് സ്കർവി. സ്കർവി എന്ന് പറയുന്ന ഒരു ഡിസീസിൻ്റെ സിംറ്റംസ് ആണ് എന്ത്? ബ്ലീഡിങ് ആൻഡ് സ്വോളൻ ഗംസ്. ഓക്കെ, അപ്പോൾ ഈ വൈറ്റമിൻ സി കഴിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് സ്കർവിയിൽ നിന്ന് രക്ഷപ്പെടാം. സിമ്പിൾ. സ്കർവി ഈസ് കോസ് ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വൈറ്റമിൻ സി. അപ്പോൾ വൈറ്റമിൻ സിയുടെ കുറവ് കാരണമാണ് സ്കർവി ഉണ്ടാകുന്നത്. വൈറ്റമിൻ സി പ്രസൻറ്റ് ഇൻ സിട്രസ് ഫ്രൂട്ട്സ് ലൈക്ക് ലെമൺ ആൻഡ് ഓറഞ്ചസ് ഹെൽപ്പ് ഇൻ ക്യൂറിങ് ദിസ് ഡിസീസ്. സിമ്പിൾ. അപ്പം സ്കർവി വരെയാണെങ്കിൽ നമുക്ക് ലെമണും ഓറഞ്ചും ഒക്കെ കഴിച്ചു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മാറുന്നതായിരിക്കും. കാര്യം അതിലൊരുപാട് വൈറ്റമിൻ സി കോണ്ടൻറ്റ് അവൈലബിൾ ആണ്. ഓക്കെ, ഇനി രണ്ടാമതൊരു കേസ് നമുക്ക് നോക്കാം. 1960s Indian scientists found that among the human population in the Himalayan region and northern plains of India. അപ്പോൾ ഹിമാലയൻ റീജിയനിലും നോർത്തേൺ പ്ലെയിൻസ് ഓഫ് ഇന്ത്യ റീജിയനിലുള്ള പോപ്പുലേഷനെ പറ്റിയാണ് പറയുന്നത്. ഈ സ്ഥലങ്ങളിലുണ്ടായിരുന്നവർക്ക് സിംറ്റംസ് ഓഫ് സ്വെല്ലിംഗ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ നെക്ക്. ഈ പിക്ചറിൽ കാണുന്ന പോലെ നെക്കിൻ്റെ അവിടെ ഒരു സ്വെല്ലിംഗ് ഉണ്ടായിരുന്നു. ഓക്കെ, ആ ഒരു കാലഘട്ടത്തിൽ 1960s. അപ്പോൾ എന്താണ് കാര്യമെന്ന് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ അന്വേഷിച്ചപ്പോൾ അവർക്ക് മനസ്സിലായെന്ന് വെച്ച് കഴിഞ്ഞാൽ കോമൺ സോൾട്ട്, അതായത് ഉപയോഗിക്കുന്ന കറിയുപ്പിൽ അയഡിൻ ഇല്ലായിരുന്നു. അപ്പോൾ അയഡിനും കൂടെ ചേർത്ത് അയഡൈസ്ഡ് സോൾട്ട് കൊടുത്തു തുടങ്ങിയപ്പോൾ ഇവരുടെ ഈ സിംറ്റംസൊക്കെ വിസിബിളി റെഡ്യൂസ്ഡ് ആയി, അതായത് കുറഞ്ഞു തുടങ്ങി. അപ്പോൾ ദീസ് സിംറ്റംസ് വെയർ ഡ്യൂ ടു എ ഡെഫിഷ്യൻസി ഓഫ് അയോഡിൻ. അയോഡിൻ്റെ ഡെഫിഷ്യൻസിയാണ് ഈ സിറ്റുവേഷന് കാരണമായത്. ഓക്കെ, ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ഇൻ ദ സോയിൽ ഓഫ് ദിസ് റീജിയൻ. ആ റീജിയനിൽ സോയിലിൽ അയഡിൻ കണ്ടൻറ്റ് ഇല്ലാത്തത് കാരണം അവിടെ കൃഷി ചെയ്യുന്ന കാര്യങ്ങളിലൊന്നും അയഡിൻ പൊതുവേ കാണാറില്ല. ഇപ്പോൾ ലോക്കൽ ഫുഡിലും ഇല്ല, വാട്ടർ സപ്ലൈയിലും ഇല്ല. ഓക്കെ, അപ്പോൾ സ്വെല്ലിംഗ് അറ്റ് ദ ഫ്രണ്ട് ഓഫ് ദ നെക്ക് ഈസ് എ സിംറ്റം ഓഫ് ദ ഡിസീസ് കോൾഡ് ഗോയിറ്റർ. അപ്പോൾ ഈ ഒരു കണ്ടീഷനെ ഗോയിറ്റർ എന്നാണ് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഗോയിറ്റർ ഫിക്സ് ചെയ്യാൻ വേണ്ടി നമുക്ക് എന്ത് ഉപയോഗിക്കാം? അയഡിൻ്റെ കോണ്ടൻറ്റ് ഉള്ള ഫുഡ് കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഗോയിറ്റർ ഇപ്പോൾ പെട്ടെന്ന് ഫിക്സ് ചെയ്യാം. ഇനി അടുത്ത് നമ്മളിവിടെ സോൾട്ട് ഫോമിങ്ങിനെ പറ്റിയാണ് നോക്കുന്നത്. സോൾട്ട് ഫോമിങ് ഈസ് എ
ട്രഡീഷണൽ പ്രാക്ടീസ് ഓഫ് ട്രൈബൽ കമ്മ്യൂണിറ്റി നെയിംഡ് അഗാരിയാസ്. ഇതൊക്കെ നല്ല കിഡിലും ക്വസ്റ്റ്യൻ വരാനുള്ള ഏരിയാസ് ആണ് കേട്ടോ. അഗാരിയാസ് എന്ന് പറയുന്ന ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് മെയിനായിട്ട് അപ്പോൾ സോൾട്ട് ഫാം ചെയ്യുന്നത്. എവിടെ? ദേ പ്രാക്ടീസ് സോൾട്ട് ഫാമിങ് ഇൻ ദ ലിറ്റിൽ റാൻ ഓഫ് കച്ച്. ലിറ്റിൽ റാൻ ഓഫ് കച്ച് എവിടെയാണ്ടാ? ഗുജറാത്തിലല്ലേ? റാൻ ഓഫ് കച്ച് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവുമല്ലോ നിങ്ങൾ. ലിറ്റിൽ റാൻ ഓഫ് കച്ചിലാണ് അപ്പോൾ അവർ സോൾട്ട് ഫാമിംഗ് പ്രാക്ടീസ് ചെയ്യുന്നത്. ഗുജറാത്തിലാണത്. ഫോർ 8 months 8 മാസം വരെ അവർ ഈ എക്സ്ട്രീം ഹീറ്റിൽ, കണ്ടല്ലോ നല്ല തുറസായ സ്ഥലമാണ്, ഇവിടെയൊക്കെ താമസിച്ചാണ് അവർ സോൾട്ട് ഉണ്ടാക്കിയെടുക്കുന്നത്. ഓക്കെ, ആൻഡ് വർക്ക് വെരി ഹാർഡ് ടു ഗെറ്റ് ദ സോൾട്ട് ഫ്രം ദ സീ വാട്ടർ. സീ വാട്ടറിൽ നിന്നാണ് സോൾട്ട് എടുക്കുന്നതെന്ന് എല്ലാവർക്കും അറിയായിരിക്കും. അറിഞ്ഞുകൊണ്ടാത്തവർ ഇപ്പം ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് തന്നാൽ മതി. ഓക്കെ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഈ ചാപ്റ്ററിലെ ഒരു പേജാണിത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓൾമോസ്റ്റ് എല്ലാ എക്സാമിനും ഇതിന് അകത്തുനിന്ന് എവിടെ നിന്നെങ്കിലുമൊക്കെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കിട്ടും. അറ്റ്ലീസ്റ്റ് എലിമിനേഷനെങ്കിലും സഹായിക്കും. ഓക്കെ, അപ്പം നമുക്കിത് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, അപ്പം ഫുഡ് കമ്പോണൻ്റ് എന്താണ്? വൈറ്റമിൻ എ. വൈറ്റമിനും മിനറലിനും പറ്റിയാണ് ഇവിടെ പറയുന്നത്. ആദ്യമൊക്കെ നമ്മൾ വൈറ്റമിനാണ് എഴുതിയേക്കുന്നത്, ഇതൊക്കെ മിനറൽസ് ആണ് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ വൈറ്റമിൻ എ എന്താണ് ഫങ്ഷൻ? വൈറ്റമിൻ എയുടെ കീപ്സ് ഐസ് ആൻഡ് സ്കിൻ ഹെൽത്തി. അപ്പോൾ ഐസും സ്കിന്നും ഹെൽത്തി ആക്കി നോക്കുന്ന വൈറ്റമിൻ ഏതാണ്ട? വൈറ്റമിൻ എ ആണ്. വൈറ്റമിൻ എ എവിടെ നിന്നൊക്കെ നമുക്ക് കിട്ടും? പപ്പായന്ന് കിട്ടും, ക്യാരറ്റിൽ നിന്ന് കിട്ടും, മിൽക്ക്, മാംഗോ, ഇവിടെ നിന്നെല്ലാം നമുക്ക് വൈറ്റമിൻ എ കിട്ടും. ഇനി വൈറ്റമിൻ എ ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ എന്തൊക്കെ ഡിസോർഡറാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ലോസ് ഓഫ് വിഷനാണ് മെയിനായിട്ട് വരുന്നത്. കാഴ്ചയാണ് അപ്പോൾ വൈറ്റമിൻ എ ബാധിക്കുന്നത്. അപ്പോൾ സിംറ്റംസ് എന്തായിരിക്കും? അതിൻ്റെ സിംറ്റംസ് എന്തായിരിക്കും? കാഴ്ച കുറവായിരിക്കും, പുവർ വിഷൻ ആയിരിക്കും, ലോസ് ഓഫ് വിഷൻ ഇൻ ഡാർക്ക്നെസ്, നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയും അതിനെ. ഓക്കെ, രാത്രി കാലങ്ങളിൽ വിഷൻ നന്നായിട്ട് കുറയുന്നതിനാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത്. അതിൻ്റെ മെയിൻ റീസൺ വൈറ്റമിൻ എയുടെ കുറവാവാൻ സാധ്യതയുണ്ട്. സംടൈംസ് കംപ്ലീറ്റ് ലോസ് ഓഫ് വിഷനും, മുഴുവനായിട്ട് കാഴ്ച നഷ്ടപ്പെടാനും ഇവിടെ ഒരു സാധ്യതയുണ്ട് വൈറ്റമിൻ എ ഡെഫിഷ്യൻസി കാരണം. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം. വൈറ്റമിൻ B1. വൈറ്റമിൻ B1 കീപ്സ് ഹാർട്ട് ഹെൽത്തി. അപ്പോൾ നമ്മുടെ ഹാർട്ടിനെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കും ആര്? വൈറ്റമിൻ B1. ആൻഡ് സപ്പോർട്ട്സ് ബോഡി ടു പെർഫോം വേരിയസ് ഫങ്ഷൻ. നമ്മുടെ ബോഡി ഫങ്ഷൻസ് ഒക്കെ പെർഫോം ചെയ്യാൻ വൈറ്റമിൻ B1 സഹായിക്കും. ഇതെവിടെയൊക്കെ കാണപ്പെടും? ലെഗൂംസിലുണ്ട്, നട്ട്സിലുണ്ട്, ഹോൾ ഗ്രെയിൻസിലുണ്ട്, സീഡ്, മിൽക്ക് പ്രോഡക്ട്സ്, ഇതിലെല്ലാം വൈറ്റമിൻ B1 അവൈലബിൾ ആണ്. പിന്നെ വൈറ്റമിൻ B1 കാരണം ഉണ്ടാകുന്ന ഡെഫിഷ്യൻസി ഡിസോർഡറിനെയാണ് നമ്മൾ ബെറി എന്ന് പറയുന്നത്. ഓക്കെ, വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി ഡിസീസ് ബെറി. ഇനി എന്താണ് ഇതിൻ്റെ സിംറ്റംസ്? സ്വെല്ലിംഗ് ഉണ്ട്, ടിംഗ്ലിംഗ് ഓഫ് ബേണിംഗ് ആൻഡ് സെൻസേഷൻ ഇൻ ഫീറ്റ് ആൻഡ് ഹാൻഡ്സ്. പാദങ്ങളിലും നമ്മുടെ കയ്യിലും സ്വെല്ലിംഗ്, ടിംഗ്ലിംഗ്, ബേണിംഗ് സെൻസേഷൻസ് ഒക്കെ ഉണ്ടാവും. ഓക്കെ, ട്രബിൾഡ് ബ്രീത്തിങ്ങും ഉണ്ടാവും. എന്ത്? ബെറിയുടെ സിംറ്റംസ് ആയിട്ട്. ബെറി ഉണ്ടാകുന്നത് വൈറ്റമിൻ B1 ഡെഫിഷ്യൻസി കാരണമാണ്. ഓക്കെ, ഇനി വൈറ്റമിൻ സി നമുക്ക് നോക്കാം. വൈറ്റമിൻ സി ഹെൽപ്പ് ബോഡി ടു ഫൈറ്റ് ഡിസീസസ്. ഡിസീസ് ഫൈറ്റ് ചെയ്യാനാണ് വൈറ്റമിൻ സി നമ്മളെ സഹായിക്കുന്നത്. ആംല, ഗ്വാവ, പേരയ്ക്ക, ഗ്രീൻ ചില്ലിയിലും വൈറ്റമിൻ സി ഉണ്ട് കേട്ടോ. ഓറഞ്ച്, ലെമൺ, ഇതിലെല്ലാം വൈറ്റമിൻ സി ഉണ്ട്. സ്കർവി, നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ സ്കർവിയെ പറ്റി. സ്കർവിയാണ് ഡെഫിഷ്യൻസി ഡിസീസ്, ബ്ലീഡിങ് ഓഫ് ഗംസ്, സ്ലോ ഹീലിംഗ് ഓഫ് വൂൺസ് ഇവിടെ ഉണ്ട് കേട്ടോ. വൈറ്റമിൻ സി ഡെഫിഷ്യൻ്റ് ആണെങ്കിൽ അപ്പോൾ നമുക്ക് മുറിവൊക്കെ ഉണ്ടായാൽ പെട്ടെന്ന് ഉണങ്ങത്തില്ല. ഓക്കെ, ഇനി അടുത്ത വൈറ്റമിൻ ഡി ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് വെള്ളം ഒന്ന് കുടിച്ചോട്ടെ. ഓക്കെ, അടുത്ത വൈറ്റമിൻ ഡി ആണ്. വൈറ്റമിൻ ഡിയുടെ മെയിൻ യൂസ് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ബോഡി അബ്സോർബ് ചെയ്യാൻ, കാൽഷ്യം ബോഡിക്ക് അബ്സോർബ് ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുക്കും വൈറ്റമിൻ ഡി. അപ്പോൾ വൈറ്റമിൻ ഡി ഉണ്ടെങ്കിലേ ബോഡി കാൽഷ്യം അബ്സോർബ് ചെയ്യുള്ളൂ. ഓക്കെ, എന്തിനാണ് കാൽഷ്യം അബ്സോർബ് ചെയ്യുന്നത്? ബോൺ ഹെൽത്തിനും ടീത്ത് ഹെൽത്തിനും. ഇനി വൈറ്റമിൻ ഡി നമുക്ക് എങ്ങനെയൊക്കെ കിട്ടും? എക്സ്പോഷർ ടു സൺലൈറ്റ്. ഓക്കെ, സൺലൈറ്റിൽ കുറച്ച് നേരം നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു വൈറ്റമിൻ ആണ് വൈറ്റമിൻ ഡി. പിന്നെ വൈറ്റമിൻ ഡി മിൽക്കിലുണ്ട്, ബട്ടറിലുണ്ട്, ഫിഷിലുണ്ട്, എഗ്സിലുണ്ട്. ഓക്കെ, ഇനി റിക്കറ്റ്സ് എന്ന് പറയുന്ന ഡെഫിഷ്യൻസി ഡിസീസാണ് വൈറ്റമിൻ ഡി കുറയുമ്പോൾ ഉണ്ടാകുന്നത്. റിക്കറ്റ്സ് എന്താണ്? സോഫ്റ്റ് ആൻഡ് ബെൻഡ് ബോൺസ് ആണ്. ഓക്കെ, നമ്മുടെ കാലിലൊക്കെ ഉള്ള ചെറിയ രീതിയിലുള്ള വളവൊക്കെയാണ് ഈ ഒരു ഡിസീസിൻ്റെ സിംറ്റംസ്.
അടുത്ത നമുക്ക് കാൽഷ്യം നോക്കാം. പ്രത്യേകിച്ച് അധികം പറയേണ്ട ആവശ്യം വരുന്നില്ല, എന്നാൽ ഞാൻ ജസ്റ്റ് പറയാം. കാൽഷ്യം എന്താണ്? ബോൺസും ടീത്തും ഒക്കെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കും. മിൽക്ക്, സോയാ മിൽക്ക്, തൈര്, ചീസ്, പനീർ, ഇതെല്ലാം കാൽഷ്യത്തിന് എക്സാമ്പിളാണ്. ബോൺ ആൻഡ് ടൂത്ത് ഡീക്കെ ആണ് ഇതിൻ്റെ എന്താ പറയണ്ടേ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന പ്രോബ്ലംസ്. വീക്ക് ബോൺസ്, ടൂത്ത് ഡീക്കെ, ഇതെല്ലാം സിംറ്റംസ് ആണ്. ഓക്കെ, ഇനി അടുത്ത അയഡിൻ. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഗോയിറ്റർ കോസ് ചെയ്യും. ഡെഫിഷ്യൻസി ഓഫ് അയഡിൻ ഹെൽപ്സ് ടു പെർഫോം വേരിയസ് ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ആക്ടിവിറ്റീസ്. ഫിസിക്കൽ മാത്രമല്ല, മെൻ്റൽ ആക്ടിവിറ്റീസിലും അപ്പം അയഡിന് വളരെയധികം ഇമ്പോർട്ടൻസ് ഉണ്ട്. അയഡിൻ എവിടെ നിന്നൊക്കെ കിട്ടും? സീ വീഡിൽ നിന്ന് കിട്ടും. സീ വീഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ കടലിലൊക്കെ കാണപ്പെടുന്ന ഒരു ടൈപ്പ് ചെടി എന്ന് പറയാൻ പറ്റില്ല, അങ്ങനത്തെ ഒരു സാധനമാണ്. നിങ്ങൾ ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി സീ വീഡ് എന്താണെന്ന്. ഓക്കെ, വാട്ടർ ചെസ്നട്ട് എന്ന് പറയുന്നൊരു നട്ടുണ്ട്. അത് ഇവിടെ നമ്മുടെ ലോക്കൽ ടേമിൽ ഇങ്ങനെയാണ് പറയുന്നത്, ഹിന്ദി വാക്കാണിത്, സിംഹദ എന്നാണ് പറയുന്നത്. പിന്നെ അയഡൈസ്ഡ് സോൾട്ട്, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, അയഡൈസ്ഡ് സോൾട്ടിൽ നിന്ന് നമുക്ക് അയഡിൻ കിട്ടും. അപ്പോൾ ഇതാണ് അയഡിൻ്റെ സോഴ്സസ്. ഇനി അയഡിൻ ഡെഫിഷ്യൻസി കാരണം ഉണ്ടാകുന്ന ഡിസീസാണ് നമ്മുടെ ഗോയിറ്റർ. ഓക്കെ, ഇനി ഗോയിറ്ററിൻ്റെ സിംറ്റം എന്താണ്? നേരത്തെ പറഞ്ഞല്ലോ, സ്വെല്ലിങ് ഇൻ ഫ്രണ്ട് ഓഫ് ദ നെക്കാണ് ഗോയിറ്ററിൻ്റെ സിംറ്റംസ്. ഇനി അയണിൻ്റെ ഇമ്പോർട്ടൻ്റ് ഫംഗ്ഷൻ എന്താണ്? ബ്ലഡ് റിലേറ്റഡ് ആണ്. ഇമ്പോർട്ടൻറ്റ് കോമ്പണൻറ്റ് ഓഫ് ബ്ലഡിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോമ്പണൻ്റാണ് അയൺ. ഗ്രീൻ ലീഫി വെജിറ്റബിൾസിൽ നിന്ന് നമുക്ക് അയൺ കിട്ടും. ബീട്രൂട്ടിൽ നിന്ന് കിട്ടും, പോമഗ്രാനൈറ്റിൽ നിന്ന് കിട്ടും. ഓക്കെ, ലാക്ക് ഓഫ് അയൺ കാരണം ഉണ്ടാകുന്ന ഡിസീസ് അല്ലെങ്കിൽ ഡെഫിഷ്യൻസി ഡിസീസാണ് അനീമിയ എന്ന് പറയുന്നത്. അനീമിയ കാരണം നമുക്ക് വീക്ക്നെസ്, പൊതുവേ ക്ഷീണമായിരിക്കും ആൾക്കാർക്ക് അനീമിയ ഉള്ളവർക്ക്. പിന്നെ ഷോർട്ട്നെസ് ഓഫ് ബ്രെത്തും നമുക്കതിൽ കാണപ്പെടാം. ഓക്കെ, അടുത്ത നമുക്ക് ഇവിടെയാണ് ഇമ്പോർട്ടൻ്റ് കാര്യമുള്ളത്. അപ്പോൾ നമ്മുടെ ബോഡിക്ക് എന്തൊക്കെയാണ്? എനർജി, ഗ്രോത്ത് സപ്പോർട്ട് ചെയ്യുന്നത്, ബോഡി റിപ്പയർ ചെയ്യാൻ, ഡിസീസിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്, ഇതെല്ലാം ചെയ്യുന്ന സംഭവങ്ങളെയാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഫുഡ് കമ്പോണൻസ് ആണ് ഇതെല്ലാം. ആ ടൈപ്പ് ഫുഡ് കമ്പോണൻസിനാണ് നമ്മൾ ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ബേസിക്കലി നമ്മുടെ ഫുഡിലെ ഒരു കമ്പോണൻ്റ് ആണ് ന്യൂട്രിയൻസ്. ഈ ന്യൂട്രിയൻസ് എന്തിനൊക്കെ സഹായിക്കും? നമ്മളെ എനർജിക്ക് സഹായിക്കും, ഗ്രോത്തിന് സഹായിക്കും, റിപ്പയറിന് സഹായിക്കും, പിന്നെ വേരിയസ് ബോഡി ഫങ്ഷൻസിന് സഹായിക്കും. ഓക്കെ, അതാണ് ന്യൂട്രിയൻസിൻ്റെ ഫങ്ഷൻസ്. ഇനി മേജർ ന്യൂട്രിയൻസ് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ഫാറ്റ് ഉണ്ട്, വൈറ്റമിൻ ഉണ്ട്, മിനറലുണ്ട്. ഇനി ഈ വൈറ്റമിനും മിനറൽസിനെയും ചേർത്ത് നമ്മൾ പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് എന്ന് പറയും. ഓക്കെ, അത്രേ ഉള്ളൂ. കാര്യം വേറൊന്നുമല്ല, ദീസ് ന്യൂട്രിയൻസ് പ്രൊട്ടക്റ്റ് അവർ ബോഡി ഫ്രം ഡിസീസ് ആൻഡ് കീപ്പ് അസ് ഹെൽത്തി. അതുകൊണ്ടാണ് പ്രൊട്ടക്റ്റീവ് ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ കണ്ടില്ലേ, വൈറ്റമിൻ ഡി നമുക്ക് നാച്ചുറലി പ്രൊഡ്യൂസ് ചെയ്യാം ബോഡിയിൽ അപ് ടു എക്സ്പോഷർ ടു സൺലൈറ്റ്. അപ്പോൺ എക്സ്പോഷർ ടു സൺലൈറ്റിൽ കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും നമുക്ക് വൈറ്റമിൻ ഡി അബ്സോർവ് ചെയ്യാൻ പറ്റും, ബോഡിക്ക് അബ്സോർവ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി എന്താണ് അടുത്ത നമ്മൾ നോക്കുന്നത്? ഡയറ്ററി ഫൈബേഴ്സിനെ പറ്റിയാണ്. ഡയറ്ററി ഫൈബേഴ്സിന് നമ്മൾ റഫേജ് എന്ന് പറയപ്പെടും. എന്താണിത്? ബേസിക്കലി നമ്മുടെ ഫുഡിൽ നിന്നൊക്കെ കിട്ടുന്ന ഒരു സംഭവമാണ്. നമ്മുടെ പ്ലാൻ പ്രോഡക്ട്സിൽ നിന്നൊക്കെ നമുക്ക് റഫേജ് ഒബ്റ്റെയിൻ ചെയ്യാം. ഈ റഫേജിൻ്റെ ഒരു യൂസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബോഡിയിലെ അൺഡൈജസ്റ്റ് ഫുഡൊക്കെ റിഡ് ചെയ്യാൻ യൂസ് ചെയ്യാം. ഓക്കെ, അപ്പം ഡൈജസ്റ്റ് ചെയ്യാത്ത ഫുഡൊക്കെ കളയാനായിട്ട് യൂസ് ചെയ്യും. പിന്നെ നമ്മുടെ എക്സ്ക്രീറ്ററി ഫങ്ഷൻസിനായിട്ട് നമ്മുടെ സ്റ്റൂളിൻ്റെ പാസേജ് നല്ല സ്മൂത്താക്കും. ഓക്കെ, അതുകൊണ്ടാണ് നമ്മൾ വെജിറ്റബിൾസും ഫ്രൂട്ട്സൊക്കെ കഴിക്കണമെന്ന് പറയുന്നത്. വെജിറ്റബിൾസും ഫ്രൂട്ട്സുമാണ് റഫേജിൻ്റെ നല്ലൊരു സോഴ്സ്. ഗുഡ് സോഴ്സ് ഓഫ് റഫേജ്, ഗ്രീൻ ലീഫി വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ്. ഓക്കെ, അടുത്ത നമ്മൾ വാട്ടറിനെ പറ്റിയാണ് ഇവിടെ പറയുന്നത്. വാട്ടർ അറിയാമല്ലോ, എസെൻഷ്യൽ പാർട്ട് ഓഫ് അവർ ഡയറ്റാണ്. നമുക്ക് വെള്ളമില്ലാതെ ജീവിക്കാൻ പറ്റില്ലല്ലോ. റിമൂവ്സ് വേസ്റ്റ് ഫ്രം ദ ബോഡി ത്രൂ സ്വെറ്റ് ആൻഡ് യൂറിൻ, എല്ലാവർക്കും അറിയാം. ഇനി അടുത്തത് ഇവിടെ ഒരു സയൻസിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. കൊളത്തൂർ ഗോപാലകൃഷ്ണൻ 1918 മുതൽ 2019 വരെയാണ് അദ്ദേഹം ജീവിച്ചിരുന്നത്. ഇനിഷ്യേറ്റഡ് ന്യൂട്രീഷൻ റിസർച്ച് ഇൻ ഇന്ത്യ. അപ്പം താഴെ തന്നിരിക്കുന്നതിൽ ന്യൂട്രീഷൻ റിസർച്ചുമായി ബന്ധപ്പെട്ട ആരാണെന്ന് ഓപ്ഷൻസ് വന്നിട്ടുണ്ടെങ്കിൽ മിക്കവാറും ഉണ്ടാവുന്ന ഒരാളാണ് ഇദ്ദേഹം. ആര്? കൊളത്തൂർ ഗോപാലകൃഷ്ണൻ. ഹീസ് ഓൾസോ നോൺ ആസ് ദ ഫാദർ ഓഫ് ഇന്ത്യൻ ന്യൂട്രീഷൻ സയൻസ്. ഓക്കെ, ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തേക്കുക. ഇത് ഞാൻ അഡീഷണൽ ആഡ് ചെയ്തൊരു പോയിൻ്റാണ്, ഇവിടെ കണ്ടില്ല, അതുകൊണ്ട് ആഡ് ചെയ്തതേ ഉള്ളൂ. ഓക്കെ, സോ ഹി അനലൈസ്ഡ് മോർ ദാൻ 500 ഇന്ത്യൻ ഫുഡ്. 500-ൽ പരം ഇന്ത്യൻ ഫുഡ് അനലൈസ് ചെയ്യുകയും അവരുടെ ന്യൂട്രീഷണൽ വാല്യൂ ഒക്കെ നോട്ട് ചെയ്യുകയും ചെയ്തു.
ഹി റെക്കമെൻഡഡ് ആൻ അപ്രോപ്രിയേറ്റ് ഡയറ്റ് ഇൻ ദ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ്. അപ്പോൾ ഇന്ത്യൻ കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് ഒരു അപ്രോപ്രിയേറ്റ് ഡയറ്റ് പുള്ളിക്കാരൻ റെക്കമെൻഡ് ചെയ്തു. ഹി ലെറ്റ് സർവേസ് ഓൺ ദ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഓഫ് ദ ഇന്ത്യൻ പോപ്പുലേഷൻ. ഇന്ത്യൻ പോപ്പുലേഷൻ്റെ ബേസിസിൽ പുള്ളിക്കാരൻ ന്യൂട്രീഷണൽ സ്റ്റാറ്റസ് ഒക്കെ സർവേ ഒക്കെ എടുത്തായിരുന്നു. ബേസിക്കലി എങ്ങനെയാണ് ന്യൂട്രിയൻസ് ഇന്ത്യൻ പോപ്പുലേഷനിൽ ഉണ്ടായിട്ടുള്ളത്, ആരൊക്കെ ഏതൊക്കെ റീജിയനിൽ ഏതൊക്കെ കൂടുതൽ ഫുഡ് കഴിക്കും, കുറവ് ഫുഡ് കഴിക്കും, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അനലൈസ് ചെയ്തു ബേസിക്കലി. ഓക്കെ, എവിടെയൊക്കെ എന്തൊക്കെ ഡെഫിഷ്യൻസീസ് ഉണ്ടായിരുന്നു അതൊക്കെ തന്നെയാണ് ഉദ്ദേശിക്കുന്നത്, സർവേ വഴി ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ദിസ് ലെഡ് ടു ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് മിഡ് ഡേ മീൽ പ്രോഗ്രാം ഇൻ 2002. അപ്പോൾ 2002 മിഡ് ഡേ മീൽ പ്രോഗ്രാം ഇംപ്ലിമെൻ്റ് ചെയ്തു. ഓക്കെ, ഇന്ത്യയിൽ. നൗ എ PM പോഷൻ ഇനിഷ്യേറ്റീവ്. ഇന്ന് അതിനെ PM പോഷൻ ഇനിഷ്യേറ്റീവ് എന്നാണ് അറിയപ്പെടുന്നത്. നേരത്തെ അത് മിഡ് ഡേ മീൽ പ്രോഗ്രാം എന്നാണ് അറിയപ്പെട്ടിരുന്നത്. ടു പ്രൊവൈഡ് ബാലൻസ്ഡ് ഫുഡ് ഇൻ ദ ഗവൺമെൻറ് റൺ ആൻഡ് ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസ്. അപ്പോൾ നമ്മുടെ ഗവൺമെൻറ് സ്കൂൾസിലും ഗവൺമെൻറ് എയ്ഡഡ് സ്കൂൾസിലും ഈ ഒരു മിഡ് ഡേ മീലിൻ്റെ ഒരു സ്കീമുണ്ട്. അപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. ഗവൺമെൻറ് സ്കൂൾസിലൊക്കെ ഉച്ചയ്ക്ക് ഫുഡ് കൊടുക്കും, പിന്നെ ഇടയ്ക്കിടയ്ക്ക് പാല്, ചിക്കൻ, അങ്ങനെ പല പല സംഭവം കൊടുക്കും. നിങ്ങൾ നോക്കിയാൽ മതി, ഗവൺമെൻറ് സ്കൂൾസിലുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചാൽ മതി പിള്ളേരുടെ അടുത്ത്. ഓക്കെ, ദിസ് സ്കീം ഹാസ് പ്ലേഡ് എ റോൾ ഇൻ ഇംപ്രൂവിങ് ദ ഹെൽത്ത് ആൻഡ് ന്യൂട്രീഷൻ ഓഫ് മില്യൺസ് ഓഫ് ചിൽഡ്രൻ നേഷൻ വൈഡ്. അത്രേ ഉള്ളൂ, സിമ്പിളാണ്, അധികം കാര്യങ്ങളൊന്നും അവിടെ ഇല്ല. ഇവിടെ കുറച്ച് എക്സ്പെരിമെൻറ്റ്സിനെ പറ്റിയാണ് പറയുന്നത്, അത് നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഇനി ഇതാ ഇവിടെ എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്നാണ് പറയുന്നത്. എ ഡയറ്റ് ദാറ്റ് ഹാസ് എസെൻഷ്യൽ ന്യൂട്രിയൻസ് എസെൻഷ്യൽ ആയിട്ടുള്ള ന്യൂട്രിയൻസ് എല്ലാം വേണം, റഫേജ് വേണം, വാട്ടർ വേണം, ഇൻ ദ റൈറ്റ് എമൗണ്ട്, കറക്റ്റ് അളവിലും വേണം, ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഡെവലപ്മെൻറ്റ് ഓഫ് ദ ബോഡി. ഓക്കെ, നമ്മുടെ ബോഡിയുടെ പ്രോപ്പർ ഗ്രോത്തിനും ഡെവലപ്മെൻറ്റിനും ഇതെല്ലാം റൈറ്റ് അളവിൽ വേണം. ഓക്കെ, റൈറ്റ് എമൗണ്ടിൽ വേണം. അതിനാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. സിമ്പിൾ. ഓക്കെ, ഈ കുറച്ച് ഫുഡിൻ്റെ കമ്പാരിസനൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, വലിയ ഇമ്പോർട്ടൻ്റ് ഒന്നും അല്ല. ഇനി കുറച്ച് മില്ലറ്റ്സിനെ പറ്റി അതിന് മുന്നേ നമുക്ക് ഇത് നോക്കണം. സോ പാക്ഡ് ഫുഡ് ഐറ്റംസ് മസ്റ്റ് ഹാവ് ഇൻഫർമേഷൻ അബൌട്ട് ദ ന്യൂട്രിയൻസ് ഓൺ ദെയർ കവർ. പാക്ഡ് ഫുഡ് ഐറ്റംസ് ആണെങ്കിൽ നിങ്ങളടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും, അതിൽ ന്യൂട്രിയൻസിനെ പറ്റി എല്ലാം എഴുതിയിട്ടുണ്ടാവും. കാർബോഹൈഡ്രേറ്റ് എത്രയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എഴുതിയിട്ടുണ്ടാവും. ഫാറ്റ് എത്രയാണ്, ട്രാൻസ് ഫാറ്റ് ഉണ്ടോ ഇല്ലയോ, എല്ലാം എഴുതിയിട്ടുണ്ടാവും. ഓക്കെ, ഇത് നമ്മുടെ FSSAI കാരണമാണ് അങ്ങനെയല്ല എഴുതിയിട്ടുള്ളത്. ഓക്കെ, പാക്ഡ് ഫുഡ് ഐറ്റം മസ്റ്റ് ഹാവ് ഇൻഫർമേഷൻ, അതൊരു നിർബന്ധമായ കാര്യമാണ്. ദ ഇൻഫർമേഷൻ ഷുഡ് ലിസ്റ്റ് ദ എമൗണ്ട് ഓഫ് ഈച്ച് ന്യൂട്രിയൻ. ഓരോ ന്യൂട്രിയൻറ്റിൻ്റെ എമൗണ്ട് എത്രയാണെന്ന് ലിസ്റ്റ് ചെയ്യണം. സംടൈംസ് മോർ ന്യൂട്രിയൻസ് ആർ ആഡഡ് ടു ദ ഫുഡ് ഡ്യൂറിങ് ദ പ്രോസസ്സിങ്, അതായത് ഫോർട്ടിഫിക്കേഷൻ, ടു ഇംപ്രൂവ്സ് ഇറ്റ്സ് ന്യൂട്രീഷണൽ ക്വാളിറ്റി. ചിലപ്പോഴൊക്കെ നമ്മൾ ഈ നേരത്തെ പറഞ്ഞ അയഡൈസ്ഡ് സോൾട്ട് ഉണ്ടല്ലോ, അയഡിൻ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സോൾട്ട്, അതൊക്കെ അതിനോട് എക്സാമ്പിളാണ്. അയഡിൻ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടാണ് ആ പ്രോഡക്റ്റൊക്കെ ഉണ്ടാക്കുന്നത്. അതേപോലെ ബേബി ഫുഡ്സിലൊക്കെ അങ്ങനെ ഉണ്ടാവാറുണ്ട്. ഓക്കെ, എക്സ്ട്രാ ആയിട്ടുള്ള കുറച്ച് ന്യൂട്രിയൻസ് നമ്മൾ ആഡ് ചെയ്യും. അടുത്തത് ദ ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. അതാണ് നമ്മൾ FSSAI, ഫുഡ് സേഫ്റ്റി ആൻഡ് സ്റ്റാൻഡേർഡ് അതോറിറ്റി ഓഫ് ഇന്ത്യ. നമ്മളെ ഗവൺമെൻറ് ഏജൻസിയാണ്, എല്ലാവർക്കും അറിയായിരിക്കും. നമ്മുടെ ഫുഡിൻ്റെ ക്വാളിറ്റിയൊക്കെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഏജൻസിയാണ്. അടുത്ത് നമുക്ക് മില്ലറ്റ്സ് നോക്കാം. ജോവർ, ബാജ്ര, റാഗി, സാൻവ, ഇതെല്ലാം കാണുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇതെല്ലാം മില്ലറ്റ്സിൻ്റെ എക്സാമ്പിൾസ് ആണ്. ഇതെന്താണ്, നേറ്റീവ് ക്രോപ്സ് ഓഫ് ഇന്ത്യയാണ്. എന്ത്, മില്ലറ്റ്സ്. ഓക്കെ, സിമ്പിളാണ്, വേറെ ഒന്നുമില്ല. അത് പക്ഷേ ഹൈലി ന്യൂട്രീഷ്യസ് ആണ്, അത് ജസ്റ്റ് ഒന്ന് ഓർത്തിരിക്കുക. മില്ലറ്റ്സ് ഹൈലി ന്യൂട്രീഷ്യസ് ആണ്. വളരെ കുറച്ച് അല്ലെങ്കിൽ ഒട്ടും തന്നെ ഇല്ല നമുക്ക് പറയാം എന്ത് നെഗറ്റീവ് എഫക്ട്സ് ഒക്കെ. നമ്മുടെ റൈസൊക്കെ ഒരുപാട് കഴിക്കുമ്പോൾ അത് നമ്മുടെ ഇൻസുലിൻ സ്പൈക്കിനെ ഒക്കെ ബാധിക്കും. അതൊക്കെ നിങ്ങൾക്ക് പിന്നെ എപ്പോഴെങ്കിലുമൊക്കെ ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം നമുക്കിവിടെ അതൊന്നും നോക്കണ്ട, ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഈ ഇൻസുലിൻ സ്പൈക്കൊക്കെ ഈ മില്ലറ്റ്സിൽ നല്ല കുറവാണ്. അതുകൊണ്ടാണ് മില്ലറ്റ്സിൻ്റെ പ്രോഡക്റ്റ്സ് ഒക്കെ ഇപ്പോൾ നമ്മൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. ആശീർവാദിൻ്റെ ആട്ടയിലൊക്കെ നോക്കിയാൽ ഇപ്പം മില്ലറ്റ്സ് ഒക്കെ ഇൻഫ്യൂസ് ചെയ്തിട്ടാണ് വരാൻ തുടങ്ങിയിട്ടുള്ളത്. ഓക്കെ, നമ്മളെ പല ട്രൈബൽ പീപ്പിൾസും ഇപ്പോഴും മില്ലറ്റ്സ് ആണ് കൾട്ടിവേറ്റ് ചെയ്ത് യൂസ് ചെയ്യുന്ന അവരുടെ ഡയറ്റിനായിട്ട്. ഇനി എന്താണ് ഫുഡ് മൈൽസ് എന്നാണ് അടുത്ത് നമ്മൾ നോക്കുന്നത്. ഫുഡ് മൈൽസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എവിടെ നിന്നാണോ ഫുഡ് ഒറിജിൻ നടക്കുന്നത് അവിടെ നിന്ന് ഏതൊക്കെ പ്രോസസ്സ് വഴി വരുന്നുണ്ടോ ആ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഫുഡ് മൈൽസ് എന്ന് പറയുന്നത്. ആ ഒരു പാത്ത്, ആ ഒരു എൻ്റയർ ഡിസ്റ്റൻസ് ട്രാവൽഡ് ബൈ
എ ബാഗ് ഓഫ് വീറ്റ് ആണ് ഇവിടെ എക്സാമ്പിൾ പറഞ്ഞേക്കുന്നത്. അതിനാണ് നമ്മൾ ഫുഡ് മൈൽസ് എന്ന് പറയുന്നത്. ഫുഡ് മൈൽസ് റെഡ്യൂസ് ചെയ്യണതാണ് എല്ലാവർക്കും നല്ലത്. കാര്യം കോസ്റ്റും കുറയും, പൊല്യൂഷൻ കുറയും, മാത്രമല്ല നമ്മുടെ ലോക്കലായിട്ടുള്ള ഫാമേഴ്സിനെയൊക്കെ അതൊക്കെ സപ്പോർട്ടായിരിക്കും. നമ്മളെ അടുത്തുനിന്നൊരു പ്രോഡക്റ്റ് നമ്മുടെ അടുത്തുള്ളൊരു വീടിൻ്റെ അടുത്തുള്ളൊരു ഫാമിൽ നിന്ന് വാങ്ങുന്നതല്ലേ നമുക്ക് ഏറ്റവും സിമ്പിളും അതേപോലെ ഏറ്റവും ഹെൽത്തിയും. കാര്യം അത് ഒരുപാട് കെമിക്കൽസ് ഒന്നും ചേരുന്നില്ല, നമ്മൾക്ക് അറിയാവുന്നുള്ള ഫാമറിൻ്റേതാണ് നമ്മൾ മേടിക്കുന്നത്. അങ്ങനെയുള്ള ഒരുപാട് കാര്യം വരുന്നുള്ളതുകൊണ്ട് എല്ലാവർക്കും സ്യൂട്ടബിൾ ആയിട്ടുള്ള അവരുടെ ലോക്കൽ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്നത് തന്നെയാണ്. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള ഓൾമോസ്റ്റ് എല്ലാ പോയിൻറ്റ്സും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇതിൻ്റെ PDF നമ്മുടെ ടെലഗ്രാം ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ ജോയിൻ ചെയ്ത് PDF എടുക്കാവുന്നതാണ്. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.